Good morning. Welcome to Morning News. ഹെഡ്ലൈൻ. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വ്യോമാക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. വാർത്താ വായന. 2025 മെയ് 7 ഇന്ത്യ പാകിസ്ഥാനിലും പാകിസ്ഥാന് നിയന്ത്രണത്തിലുള്ള കശ്മീരിലുമായി ഉള്ള ഭീകരതാ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വ്യോമാക്രമണം നടത്തി. ഏപ്രിൽ 22 ഇന്ത്യയുടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഈ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആ ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ പലരും ഹിന്ദു തീർത്ഥാടകരായിരുന്നു. ഇന്ത്യൻ വ്യോമസേന കൊട്ലി, മുജഫറാബാദ്, ബഹവൽപൂർ, മുറിക്കെ തുടങ്ങിയ 8 സ്ഥലങ്ങളിലായാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ അനുസാരത്തിൽ ഇവിടങ്ങളിൽ ജെയ്ഷ് മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യിബ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകരസംഘടനകളുടെ ക്യാമ്പുകളാണ് ലക്ഷ്യം വെച്ചത്. ആക്രമണത്തിൽ 70ഓളം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്താവന. പാകിസ്ഥാന് ഈ ആക്രമണത്തെ യുദ്ധപ്രഖ്യാപനം എന്നായി മുദ്രവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകളും ഒരു ഡ്രോണും തകർത്തതായി പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഇന്ത്യയുടെ ഒരു ബ്രിഗേഡ് ആസ്ഥാനം തങ്ങളുടെ പ്രതികാരത്തിലൂടെ നശിപ്പിച്ചതായും അവർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്യന്തം ദാരുണമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. രാജ്ദൂതർ ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിസ സേവനങ്ങളും വ്യാപാര കരാറുകളും നിർത്തലാക്കിയിട്ടുണ്ട്. ഇന്ത്യ പുരാതനമായ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആഗോള രാഷ്ട്രങ്ങൾ ഇരുരാജ്യങ്ങളെയും സംഘർഷം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.